അസ്സലാമു അലൈക്കും. ഞാൻ വിട്ടിട്ടുള്ളത് സുപ്രഭാതം ഡയറക്ടർ ബോർഡ് കൂടുന്നതിനുള്ള മീറ്റിംഗ് കൂടുന്ന കത്താണ്. അതായത് അതിന് ഡയറക്ടർമാർക്ക് അയക്കുന്ന കത്താണ്. കൃത്യമായി 15 ദിവസം മുന്നേ കത്തയക്കണമെന്നുള്ള നിബന്ധന മുമ്പ് കൂടി യോഗം കൂടി തീരുമാനിച്ചതാണ്. 15 ദിവസം മുന്നേ. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ 21-ാം തീയതിക്കത്തെ ഡേറ്റ് കത്തും ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇത് വാട്സപ്പ് മെസ്സേജ് ചെയ്യാണ്, ആളുകൾ കൊണ്ടേ കൊടുക്കല്ല, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് പോസ്റ്റ് ചെയ്യല്ല. പോസ്റ്റ് വേക്ക് പഴയ കാലത്തെ പോലെ പോസ്റ്റ്മാന് വിടല്ലത്. 21-ാം തീയതി എഴുതി വെച്ച കത്ത് അവർ പോസ്റ്റ് ചെയ്തിരിക്കണപ്പോൾ അറിയോ, ഇന്നലെ വൈകുന്നേരം. അതായത് വാട്സപ്പ് ചെയ്യണം മെസ്സേജ് എല്ലാവർക്കും, ഡയറക്ടർമാർക്ക്. ഇന്നലെ വൈകുന്നേരമാണ് ഡയറക്ടർമാർ കിട്ടിയത്. ഒന്നിലേറെ ഡയറക്ടർമാരുമായി ഞാൻ ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ പറയാം. മനസ്സിലായില്ലേ? അതായത് പ്രവാസികളായ ധാരാളം ഡയറക്ടർമാർ ഇതിൻ്റെ ആളുകളുണ്ട്. അവർക്കൊക്കെ ഗൾഫിക്ക് വരണം, അവർക്കൊക്കെ നാട്ടിലേക്ക് വരണം. ഇത് ചെമ്മാട്ടുന്നോ അല്ലെങ്കിൽ അമ്പലക്കടവെന്നോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നോ കൊണ്ടോട്ടിൽ നിന്നൊന്നും പിന്നെ വേറെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊന്നും ഇങ്ങോട്ട് പോവില്ല, യോഗം കൂടാൻ പോവില്ല. ഇത് കൃത്യമായി തന്നെ പ്രവാസികളായ ആളുകൾക്ക് വരണമെന്നെങ്കിൽ ടിക്കറ്റ് എടുക്കണം, റീ എൻട്രി, പല വിഷയങ്ങളുണ്ട്, നമുക്കൊക്കെ അറിയാമല്ലോ. അപ്പം ഇവർ ചെയ്യുന്ന ഈ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി ഇവർ കാട്ടിക്കൂട്ടുന്ന വിഷയങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നിഷ്കളങ്കമായ ആളുകളോട് ഞാൻ പറയുന്നത്. അതായത് ഷജറൈസം ബാധിച്ച് അന്ധത ബാധിച്ച ആളുകളോടല്ല പറയുന്നത്. നിഷ്കളങ്കരായ ആളുകൾ മനസ്സിലാക്കുക. 21-ാം തീയതി എഴുതി വെച്ച കത്ത് കിട്ടുന്നത് 26-ാം തീയതി വൈകുന്നേരം. അതായത് വാട്സപ്പ് മെസ്സേജ് ചെയ്യുന്നത് മനസ്സിലാക്കണം നിങ്ങൾ. പിന്നെ യോഗം കൂടുന്നതിന് 3 ദിവസം ബാക്കിയുള്ളത്. അതായത് കൃത്യമായി പ്രവാസികളായ ആളുകൾക്ക് കിട്ടുന്നതിന് വേണ്ടി 15 ദിവസം മുന്നേ കത്തയക്കണമെന്നുള്ള നിബന്ധന ഉള്ളത് കൊണ്ട് അവർ വിട്ടുകണ നോക്കണങ്ങൾ. ഇതേപോലുള്ള പണികളാണ് അവർ ഈ സംവിധാനത്തിലും ഈ സുപ്രഭാതത്തിലും ഈ സമസ്തയിലും ഇത്തരക്കാർ കുറച്ച് ചുരുക്കം ആളുകൾ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇവരോട് നമ്മൾ സുന്നത്ത് ജമാഅത്ത് പേടിച്ച് അല്ലെങ്കിൽ സമസ്ത പേടിച്ച്, സമസ്തക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് പേടിച്ച്, സംഘടനക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് പേടിച്ച് മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. കാരണം ഇവരെ നേരിടാൻ ഇനി ഇതേ വഴിയുള്ളൂ. കൃത്യമായി സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുക, ഹക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക, സത്യസന്ധമായി ബോധ്യപ്പെടുത്തി കൊടുക്കുക, തെളിവ് സഹിതം ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇത് നിഷ്കളങ്കരായ പ്രവർത്തകന്മാരോടാണ്, അന്ധത ബാധിച്ചവരോടല്ല എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇതാണ് ഇവർ കാട്ടിക്കൂട്ടുന്ന സംഘടനയിലും ഈ സുപ്രഭാതത്തിൻ്റെ കാര്യത്തിലൊക്കെ ഇവർ കാട്ടിക്കൂട്ടുന്ന എന്താ പറയുക, കൊള്ളരുതായ്മകൾ, വെച്ച് പൊറിപ്പിക്കാൻ പറ്റാത്ത കൊള്ളരുതായ്മകൾ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.